ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 29ാമത്തെ പേജിലെ ആ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters and one of the other side is half meter, 1/2 meter. Calculate its perimeter up to a centimeter. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് വന്നിട്ടുണ്ട് 1.5 meter ആണ്. അതുപോലെ വൺ ഓഫ് ദി അതർ സൈഡ്, ഒരു സൈഡ് 1/2 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ, ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കുക. അപ് ടു എ സെൻറ്റിമീറ്റർ. നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല, അതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി അത് പ്രസൻറ്റ് ചെയ്യണം. ഇതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ആ ട്രയാങ്കിൾ നമ്മളിപ്പം സെലക്ട് ചെയ്യുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ മാത്രമാണ്. അപ്പോൾ അതിന് ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്തു. ഈ സൈഡിലെ ട്രയാങ്കിൾ നമ്മൾ നോക്കണ്ട, അതിനെ വിട്ടേക്ക്. ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിന് ഒരു ട്രയാങ്കിൾ അങ്ങ് വരച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters. അപ്പോൾ ഇവിടെ 1.5 meter ആണ്. അത് വരച്ചു. എ സി 1.5 meter ആണ്. അതുപോലെ നമുക്ക് ബി സി 1/2 meter ആണ്. നമ്മൾ പെട്ടെന്ന് വരയ്ക്കും. നമുക്ക് ഇങ്ങനെയാണ് അളവുകൾ വെച്ചു, നമ്മൾ വരച്ചു വെച്ചു. ഇത് നമുക്ക് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ ആണ് നമുക്ക് എ ബി വേണം. അപ്പോൾ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, പൈതഗോറസ് ആണ് ഉപയോഗിക്കുന്നത്, കാരണം ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡാണ്, ഇത് ബേസ് ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം അറിയാം എന്ന് വിചാരിക്കുന്നു. എങ്കിലും എഴുതിയൊക്കെ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇവിടെ ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റിനെ നമ്മൾ പൈതഗോറസ് തിയറിയുടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇത് മുമ്പത്തെ പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇനി അതിലെന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് അതിനകത്ത് ഇട്ടുതരാം. അല്ലെങ്കിൽ പിന്നെ അറിയാവുന്നവർക്ക് ഇത് ബോറടിക്കുന്നുള്ളതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. നമുക്കിവിടെ എ ബി സ്ക്വയർ, എ ബി ആണ് നമ്മുടെ ഹൈറ്റ്, അതല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്നോ പെർപെൻഡിക്കുലർ എന്നോ പറയാം. അപ്പോൾ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എ സി ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ സി സ്ക്വയർ മൈനസ് നമുക്ക് ബി സി സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഈക്വൽ ടു എ സിയുടെ ഹൈറ്റ് നമുക്കറിയാം 1.5 സ്ക്വയർ ആണ്. അതിന് ഒരു നേരത്തെ നമ്മൾ 3/2 നമുക്ക് എടുക്കാൻ അറിയാമല്ലോ. അപ്പോൾ 3/2 സ്ക്വയർ, 1.5 2 × 1 2 ആണ്, 2 + 1 3 ആണ്. അപ്പോൾ 3/2 മൈനസ് ബി സിയുടെ വാല്യൂ 1/2 ആണ്, 1/2 സ്ക്വയർ എന്ന് എടുത്തു. ഈക്വൽ ടു 3/2ൻ്റെ സ്ക്വയർ 9/4 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, മൈനസ് 1/2 സ്ക്വയർ 1/4 ആണ്. ഈക്വൽ ടു, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഛേദം, അതായത് ഡിനോമിനേറ്റർ ഒരുപോലെയുള്ള ഫ്രാക്ഷനാണ്. അപ്പോൾ /4 ഇവിടെ വരുമെന്ന് അറിയാം. അപ്പം 9 - 1 8 ആണ്. ഈക്വൽ ടു 8/4 ഈക്വൽ ടു അത് 2 ആണ് നമുക്കറിയാം. ഇവിടെ നമുക്ക് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതായത് എ ബി ഈക്വൽ ടു √2 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കിൾ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. ഇവിടെ എ ബി നമുക്ക് √2 എന്ന് കിട്ടി. എ സി ഹൈപ്പോട്ടന്യൂസ് നമുക്ക് 1.5 ആണ്. അതുപോലെ ബി സി 1/2 ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters, 1.5 meter, ആൻഡ് വൺ ഓഫ് അതർ സൈഡ് ഈസ് ½ meter, 1/2 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. നമുക്ക് ആദ്യം ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന് സെൻറ്റിമീറ്ററിലേക്ക് എഴുതണം. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെന്ത് നമുക്ക് √2 എന്ന് കിട്ടി. ഇത് നമുക്ക് ചുമ്മാ എഴുതി നോക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കൂട്ടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യാം, പെരിമീറ്റർ ഞാൻ പി എന്ന് എഴുതുന്നു, ഈക്വൽ ടു ഈ 3 സൈഡും കൂടെ കൂട്ടണം. അതായത് അതിൻ്റെ ബേസ് ബി സി 1/2 meter ആണ്, 1/2 1/2 പ്ലസ്
അവിടെയുള്ള AC അത് 1.5 മീറ്ററാണ്. പ്ലസ് AB ആണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് AB അത് √2 ആണ്. ഇനി പെരിമീറ്റർ നമുക്ക് ഡെസിമലായിട്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളൂ. സെൻറ്റിമീറ്റേഴ്സിൽ കാണാൻ പറയുമ്പോൾ നമുക്കത് ഡെസിമൽ ഫോമിൽ വേണമെങ്കിൽ കാണാം. അപ്പോൾ അര എന്ന് പറയുന്നത് 0.5 ആണെന്ന് അറിയാം. പ്ലസ് 1.5 എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 മീറ്റർ ആണ്. പ്ലസ് √2 എന്ന് പറയുന്നത് √2 വാല്യൂ നമുക്കറിയാം 1.41 എന്ന് നമ്മളെടുത്തു. 414 ഉണ്ട്, നമ്മൾ 41 എടുത്തു. ഈക്വൽ ടു ഇവിടെ തന്നെ 0.5ഉം 1.5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 2 കിട്ടി. 2 1 3 അല്ല 3ഉം 1.41 0.5 പ്ലസ് 1.5 2 ആണ്. 2 പ്ലസ് 1.41 അപ്പോൾ 3.41 വേണമെങ്കിൽ 414 എന്ന് എഴുതാം. ഈക്വൽ ടു 3.414 സെൻറ്റിമീറ്റർ. ടോട്ടൽ നീളമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 1.5 അതായത് 1.5, ഇത് 1/2 അതായത് 0.5, അപ്പോൾ 2 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി √2ൻ്റെ 1.414 ആണ്. അത് കറക്റ്റായിട്ട് കിട്ടുന്ന 41, ഞാൻ 41 എഴുതിയിൽ 414 എഴുതിയേക്കാം. അപ്പോൾ 3.414 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ. അത് നമുക്ക് കിട്ടി. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ കട്ട് ഇൻറ്റു 2 ട്രയാങ്കിൾസ് അലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. അതായത് ഒരു പടം തന്നിട്ടുണ്ട്, അതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 2 മീറ്റർ സൈഡ് ഉണ്ട്. അപ്പോൾ താഴത്തെ 2 മീറ്റർ ആണ്. നമുക്ക് ഇതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിന് നടുക്കൂടെ അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ഇതിൽ ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ കാണും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ വോൾ ട്രയാങ്കിൾ? അത് എളുപ്പമാണ്. വോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് 2 താഴെ 2 ആയിരിക്കും എന്നറിയാം. അതിൽ നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനേ നമുക്ക് പണിയുള്ളൂ. എന്നിട്ട് ബാക്കി നമുക്ക് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് 2 മീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണ്. അപ്പോൾ ഇത് ടോട്ടൽ 2 മീറ്റർ ആയിരിക്കും. കാരണം ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 മീറ്റർ ആയിരിക്കും, ഇത് 1 മീറ്റർ ആയിരിക്കും. നമ്മുടെ കോമൺ സെൻസിൽ നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ സൈഡിനെ ഞാൻ H എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനും H തന്നെയാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഹൈറ്റ് വെക്കുമ്പം ഇത് റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ടോട്ടൽ ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. നമുക്കിത് പേര് കൊടുത്താൽ, ഞാൻ പേര് കൊടുക്കാം, ABCD എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ H കണ്ടുപിടിച്ചാൽ, വെറുതെ ആലോചിച്ച് നോക്കാം, നമുക്ക് 2ൻ്റെയും പെരിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ H കണ്ടുപിടിച്ചാൽ അത് കൂട്ടിയെടുത്താൽ പെരിമീറ്റർ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ H കണ്ടുപിടിക്കാൻ വേണ്ടി പേര് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ H ഈസ് ഈക്വൽ ടു ഈ H, അത് തന്നെ ഇപ്പുറത്തെ H. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഈ 2 മീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 മീറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം അറിയാമല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്നും, ഹൈപ്പോട്ടന്യൂസിനെ നമ്മൾ സാധാരണ H എന്നാണ് എടുക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഈ സൈഡിനെ H എന്ന് എഴുതിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇവിടെ H ഈസ് ഈക്വൽ ടു, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് ഇവിടുത്തെ ബേസും, ടോട്ടലി ഇത് 2 മീറ്റർ ആണ്. നമുക്ക് ഈ BD മാത്രം എടുക്കും, ഈ ചെറിയ ട്രയാങ്കിളിനെ മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ ബേസ് 1 മീറ്റർ ആണ്. അപ്പോൾ 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 ആണ്, 4 മൈനസ് 1 സ്ക്വയർ 1 ആണ്, ഈക്വൽ ടു √3 ആണ്. 4 മൈനസ് 3 √3 ആണ്. അപ്പോൾ ഈ Hൻ്റെ വാല്യൂ ഈ സൈഡ് √3 എന്ന് അവിടെ എഴുതി വെച്ചു. അപ്പോൾ ഈ കണക്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ട മെയിൻ കാര്യം ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? അപ്പോൾ ഞാൻ പെരിമീറ്ററിനെ P എന്നങ്ങ് പറയുന്നു. P ഈസ് ഈക്വൽ ടു 1 ഓഫ് ദീസ്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ, അപ്പോൾ 2 മീറ്റർ ഉണ്ട്, ഇവിടെ 1 മീറ്റർ ഉണ്ട്. അപ്പോൾ 2 + 1 +
ഇനി ഈ എച്ചും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കിട്ടും. എച്ച് √3 ആണ്. അപ്പോൾ √3 എന്ന് പറഞ്ഞാൽ √3യുടെ വാല്യൂ നമുക്കറിയാം 1.73 ആണ്. 732 കൊണ്ട് നമ്മൾ 73 എടുക്കും. ഈക്വൽ ടു 2 1 3 3 പ്ലസ് 1.73 ഈക്വൽ ടു 3 1 4 എന്നറിയാം 4.73. ഇതിൻ്റെ വാല്യൂ മീറ്ററിലാണ്. അപ്പോൾ 73 മീറ്റർ ആണ്. യൂണിറ്റ് മീറ്ററിലാണ് തന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ ചെയ്തു വന്നപ്പോൾ ഈ ഇടയ്ക്ക് സാധാരണ ചെയ്യുന്ന പോലെ പെട്ടെന്ന് സെൻറ്റിമീറ്റർ എന്ന് എഴുതി. അത് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മീറ്ററിലാണ്. ഇപ്പോൾ ഇതിൻ്റെ അളവെല്ലാം മീറ്ററിലാണ് തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1.70 മീറ്ററാണ് ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. വേണമെങ്കിൽ 732 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം കറക്റ്റ് √2ൻ്റെ വാല്യൂ, √2ൻ്റെ കറക്റ്റ് വാല്യൂ ഒന്നുമില്ല. അത് വീണ്ടും ഡെസിമലായിട്ട് പോകും. അത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. 1.732 എന്ന് എഴുതും, 1.73 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ 4.73 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ വോൾ ട്രയാങ്കിൾ? നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം. അത് ആ വലിയ ട്രയാങ്കിളിനേക്കാളും എത്ര കുറവാണ്? അത് കണ്ടുപിടിക്കാൻ 9ാം ക്ലാസ്സിലെ കണക്കിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്റർ ഞാൻ പി എന്ന് പറയുന്നു. അത് എക്സാമിന് എഴുതാം, പെരിമീറ്റർ എന്ന് തന്നെ എഴുതാം. പി ഓഫ് ദ, എൻ്റെ കൈയക്ഷരം വളരെ മികച്ചതാണ്, അതുകൊണ്ട് അതും കൂടെ പരിഗണിക്കണം വീഡിയോ കാണുമ്പോൾ. വോൾ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു, അതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും 2 മീറ്റർ വെച്ചാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡ് എന്തായാലും 2 മീറ്റർ ആണെന്ന് അറിയാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ട്. അപ്പോൾ 2 + 2 ആയിരിക്കും, ഈക്വൽ ടു 6 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ വോൾ ട്രയാങ്കിൾ? വോൾ ട്രയാങ്കിളിനേക്കാളും ഇത് എത്ര കുറവാണ്? കാരണം വോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമ്മളിവിടെ 6 മീറ്റർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 മൈനസ് നമ്മുടെ വാല്യൂ ഇവിടെ 4.73 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മൈനസ് 4.73 എന്ന് ചെയ്താൽ മതി, ഈക്വൽ ടു 1.27 എന്ന് നമുക്ക് ആൻസർ കിട്ടി. പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈസ് 1.27 മീറ്റേഴ്സ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ വോൾ ട്രയാങ്കിൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി.